അള്ളാഹുവിന് നന്ദി പ്രകാശിപ്പിക്കുന്നതിൻ്റെയും ആളുകൾക്ക് ആശംസകൾ കൈമാറുന്നതിൻ്റെയും വളരെ സുന്ദരമായ മുഹൂർത്തങ്ങളാണ് ഈദ് നമുക്ക് നൽകുന്നത്. അതെ, 30 ദിവസത്തോളം അല്ലെങ്കിൽ 30 ദിവസം നോമ്പനുഷ്ഠിച്ച് അതിൻ്റെ പരിസമാപ്തിയോടുകൂടെ വരുന്ന ആ ദിവസമാണ് ഈദുൽ ഫിത്തർ നാം ആഘോഷിക്കാൻ പോകുന്നത്. ഒരിക്കൽ ഒരു പെരുന്നാളിന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി പോവുകയായിരുന്നു. അങ്ങനെ വഴിമധ്യയിൽ ഒരു പിഞ്ചുബാലൻ കരഞ്ഞിരിക്കുന്നതായി കണ്ടു. ആ പിഞ്ചുബാലത്തിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ട് തൻ്റെ നെറുകിൽ ആ പിഞ്ചുബാലൻ്റെ കൈ വെച്ചുകൊണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മോനെ, എന്താണ് നീ കരയുന്നത്? അവിടെ നിന്ന് ആ പിഞ്ചുബാലൻ പറഞ്ഞു, എൻ്റെ ഉമ്മയും എൻ്റെ ഉപ്പയും മരണപ്പെട്ടു. എനിക്ക് ഉടുപ്പിക്കാനോ അല്ലെങ്കിൽ ഊട്ടാനോ ആരും തന്നെ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പിഞ്ചുബാലനെ നെഞ്ചോട് ചേർത്തുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. വീട്ടിൽ കൊണ്ടുപോയി ആ കുഞ്ഞിനെ നല്ലപോലെ കുളിപ്പിച്ച് പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് എന്നിട്ട് പറഞ്ഞു, മോനെ, ഞാൻ നിന്റെ ഉപ്പയും ഈ കാണുന്ന ഫാത്തിമ നിന്റെ ഉമ്മയുമാണ്. നീ സന്തോഷമായിരിക്കുക. കാരുണ്യത്തിൻ്റെയും കരുതലിൻ്റെയും പരസ്പര സ്നേഹത്തിൻ്റെയും ഒക്കെ ലോകം ഈദുൽ ഫിത്തർ ആഘോഷിക്കുമ്പോൾ 100% പിന്തുടരപ്പെടാൻ യോഗ്യനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈദുൽ ഫിത്തർ അല്ലെങ്കിൽ പെരുന്നാൾ ആഘോഷങ്ങൾ എങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് ലോകം കാതോർക്കുകയാണ്. അതെ, നമുക്ക് ഹ്രസ്വമായി ഒന്ന് പരിശോധിക്കാം. ഈദുൽ ഫിത്തറിൻ്റെ രാവിലെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ആരാധനയാണ് 2 റക്അത്ത് നിസ്കരിക്കുക എന്നുള്ളത്. അതെ, കുളിച്ച് പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് പോകും. പള്ളിയിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പായിട്ട് അവിടെ നിന്ന് ഏതാനും ഈത്തപ്പഴങ്ങൾ മാത്രമായിരുന്നു കഴിച്ചിരുന്നത്. അത് തന്നെ ഒറ്റ നമ്പറിലായിരുന്നു അവസാനിപ്പിച്ചിരുന്നത്. 3 ഈത്തപ്പഴമോ 5, 7, 9 അങ്ങനെയുള്ള നമ്പറിലായിരുന്നു അവസാനിപ്പിച്ചിരുന്നത്. എന്നാൽ ഈദുൽ അദ്ഹയാണെങ്കിൽ നിസ്കാരം കഴിഞ്ഞതിന് ശേഷമായിരുന്നു അവിടെ നിന്ന് എന്തെങ്കിലും കഴിച്ചിരുന്നത് എന്നും അവിടുത്തെ ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈദ് നിസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്ത് കർമ്മമായതിനാൽ സ്ത്രീകളോടും പെൺകുട്ടികളോടുമൊക്കെ പ്രത്യേകമായി നിസ്കരിക്കാനുള്ള കൽപ്പനയും അതുപോലെ നിർദ്ദേശങ്ങളും പ്രോത്സാഹനവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി നൽകിയിരുന്നു. നിസ്കാരാനന്തരം ജനങ്ങളോട് ഖുതുബയും നിർവഹിച്ചിട്ടായിരുന്നു പള്ളിയിൽ നിന്ന് തിരിച്ചിരുന്നത്. അവിടെ ഒരു കാര്യം കൂടി നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. പള്ളിയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയിരുന്നത് ഒരു വഴിയിലൂടെയും തിരിച്ചു വരുന്നത് മറ്റൊരു വഴിയിലൂടെയും ആയിരുന്നു. ഇത് എന്തിനാണ് എന്ന് നിരീക്ഷകർ, ഹദീസ് പണ്ഡിതന്മാരൊക്കെ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇസ്ലാമികമായ രാഷ്ട്രീയമായ സൗഹൃദത്തിൻ്റെ സ്നേഹത്തിൻ്റെ ബന്ധങ്ങളൊക്കെ കൂടുതൽ ഊട്ടിയുറപ്പിക്കാനായിരുന്നു ഈ തന്ത്രം ഉണ്ടായിരുന്നത് എന്ന് പ്രത്യേകമായിട്ട് സ്മരിക്കേണ്ടതാണ്. പ്രപഞ്ച സൃഷ്ടാവിനോടുള്ള അനുസ്മരണ നിലനിർത്തിക്കൊണ്ട് തന്നെ അന്ന് തിന്നാനും കുടിക്കാനും ആഹ്ലാദിക്കാനും സന്തോഷിക്കാനും പ്രത്യേകമായിട്ട് നിർദ്ദേശമുണ്ട്. അന്നേ ദിവസം നോമ്പനുഷ്ഠിക്കുന്നത് നിഷിദ്ധമാണ് എന്ന് പ്രത്യേകമായിട്ട് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. തലേനാളെ രാത്രി നാം ആരാധനകൾ അർപ്പിച്ചും അള്ളാഹുവിനെ സ്മരിച്ചും കഴിച്ചു കൂട്ടുക. പ്രഭാതത്തിൽ നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് ബ്രഷ് ചെയ്ത് വൃത്തിയായി വസ്ത്രങ്ങൾ അണിഞ്ഞ് സുഗന്ധം ഉപയോഗിച്ച് പള്ളിയിലേക്ക് പുറപ്പെടുക. അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്ന തക്ബീർ ധ്വനികൾ മുഴക്കാനും അതുപോലെ കഴിയുന്ന സഹായങ്ങളും സഹകരണങ്ങളൊക്കെ പാവങ്ങൾക്കും ആവശ്യക്കാർക്കും ചെയ്തു കൊടുക്കാനും സുസ്മേരവതരായി സലാം പറഞ്ഞ് പുഞ്ചിരിച്ച് അഭിവാദ്യം ചെയ്യാനുമൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായിട്ട് നിർദ്ദേശിക്കുന്നുണ്ട്. ആലിംഗനം ചെയ്തും ഹസ്തദാനം നടത്തിയും പരസ്പരം സ്നേഹവും സന്തോഷവും ഊട്ടിയുറപ്പിക്കാനുള്ള ഒരുപാട് അവസരങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ ലോകത്തിന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. കുടുംബക്കാരെ സന്ദർശിക്കുക, ബന്ധുവീടുകൾ സന്ദർശിക്കുക, പരസ്പരം സ്നേഹ അഭിവാദ്യങ്ങൾ എല്ലാം കൈമാറുക, സഹായങ്ങൾ ചെയ്യുക എന്നതിലുപരി മരണപ്പെടാത്തവരോട് മാത്രമല്ല, ജീവനുള്ളവരോട് മാത്രമല്ല,
മരണപ്പെട്ടവരുടെ ഖബറിടം സന്ദർശിച്ചും നാം ബന്ധങ്ങൾ പുതുക്കാനും അവർക്ക് പ്രാർത്ഥിക്കാനുമൊക്കെ പ്രത്യേകമായി അന്നത്തെ ദിവസം വലിയ കർമ്മമായിട്ട് സുന്നത്തായിട്ട് പറയുന്നുണ്ട്. സ്നേഹവും സന്തോഷവും സൗഹാർദ്ദവും ഒക്കെ വറ്റി വരണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ആത്മീയതയുടെയും ഉജ്ജ്വലമായ ഈ പാഠങ്ങളൊക്കെ ഈ ലോകത്തിന് ഏറ്റവും വലിയ മാതൃക സൃഷ്ടിക്കുക തന്നെ ചെയ്യും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഈദുൽ ഫിത്തർ ആശംസകൾ. അസ്സലാമു അലൈക്കും.